സച്ചിൻദാസ് മാക് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് 7ലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ടേബിളാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്പർ, പ്രൈം നമ്പേഴ്സ് അല്ലേ, പ്രൈം നമ്പേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഓഫ് ടൂസ്, നമ്പേഴ്സ് ഓഫ് ത്രീസ്, നമ്പർ ഓഫ് ഫൈവ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് കേട്ടോ. നമ്പർ എന്ന് പറയുന്നത് 96 ആണ്. 96നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ അത് എത്രയാന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയുന്നതാണ്, അതവിടെ തന്നിട്ടുണ്ട്. പിന്നെ എത്ര ടൂസ് ഉണ്ട് അവിടെ? 1 2 3 4 5 5 ആണ്, കറക്റ്റ് ആണ് അല്ലെ. ഇനി 3 എത്രയാണ്? 1 ആണ്. ഇനി 5നെ 5 ഓരോ ടൂസിലും ഒരു ഫാക്ടർ കൂടുതലുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ 5 പ്ലസ് എന്ത് ചെയ്യണം? 1 ചെയ്യണം. അപ്പൊ 6 കിട്ടും. ഇനി ഈ 3യിലും അതേപോലെ ഒരു ഫാക്ടർ കൂടുതലുണ്ടാവും, ശരിയല്ലേ? അതാണ് 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 1 + 1 ചെയ്തു. ആൻസർ 2. 6 × 2 എന്താണ്? 12 ആണ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഫാക്ടേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 144 എന്താണ്? 144 ആണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ 144 ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യാം. 144 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 72 ആണ്. അപ്പൊ 72 വീണ്ടും 2ൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആൻസർ 36 ആ വരിക. 36 വരും. ഇനിയും 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻസർ 18 വരും, ശരിയല്ലേ? 18 വരും. ഡിവൈഡ് ചെയ്തിട്ട് കാണിക്കുന്നില്ല, ഡിവൈഡ് ചെയ്യാൻ നമുക്ക് അറിയാലോ. അപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഈ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. വീണ്ടും കണ്ടിന്യൂ 3 3 അല്ലെ. 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റും, പക്ഷെ എന്ത് വരും? ഡെസിമൽ പോയിന്റ്സ് ഒക്കെ വരും അല്ലെ. നമുക്ക് ആ രീതിയിലുള്ള അതിലേക്ക് പോകണ്ട. നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? പ്രൈം നമ്പേഴ്സ് മാത്രമേ വേണ്ടൂ. അപ്പൊ 2 ഉം 3 ഒക്കെ പ്രൈം ആയതുകൊണ്ട് നമുക്ക് അതൊക്കെ പറ്റും. ഇനി സെക്കൻഡ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ഓഫ് പ്രൈംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ വരിക ഇവിടെ? എന്താണ് ഇവിടെ വരിക? 2 × എത്ര ടൂസ് ഉണ്ട്? 1 2 3 4 4 അല്ലെ. 2 × 2 × 2. ഇനി ടൂസ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി 3s ഉണ്ട്. 3 × 3 2 3യും എഴുതി. ഇപ്പൊ തന്നെ എഴുതിയെടുക്കുക, കാരണം അടുത്ത ക്വസ്റ്റ്യനിൽ പോകുമ്പോൾ ഇത് നമ്മൾ എന്താവും? മാഞ്ഞു കൂട്ടോ. ഇനി അപ്പൊ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല. 144 എന്ത് ചെയ്തു? 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 72 കിട്ടി. അങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് വന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈം നമ്പേഴ്സ് മാത്രമാണ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ടൂസ് എത്ര എണ്ണം ഉണ്ട് നോക്കി. നമ്പർ ഓഫ് ടൂസ് എത്ര എണ്ണം ഉണ്ട്? 4 ആണ്. അപ്പൊ 4 എഴുതണം. ഇനി നമ്പർ ഓഫ് ത്രീസ് എത്രയാണ് നോക്കുക? 2 ആണ് അല്ലെ. 2. ഇനി നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഈ 4ന്റെ കൂടെ 1 ആഡ് ചെയ്യും. 5 കിട്ടുന്നുണ്ട്, കറക്റ്റ് ആണ്. ഈ 2ന്റെ കൂടെ എത്ര ത്രീസ് ഉണ്ടെന്ന് പറഞ്ഞു? എത്ര ത്രീസ് ഉണ്ട്? നമ്പർ ഓഫ് ത്രീസ് 2 അല്ലേ. ആ 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 15 ആണ് കിട്ടുക. ഓക്കെ ആണോ? 144 ചെയ്തു. ഇതേപോലെ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. അടുത്ത ആരാണ്? 180 ആണ് അല്ലെ. അപ്പൊ 180 ഇതേപോലെ ചെയ്യാം. 180 ഡിവൈഡഡ് ബൈ 2. 180 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 90 ആണ് കിട്ടുക. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻസർ കിട്ടുക 45 ആണ്. 45ന് നമുക്ക് 2ൽ പോവില്ല, 3ൽ പോവും. പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ, 5ന്റെ ടേബിളിലുണ്ട്. അപ്പൊ എന്താ വരിക? 9 × 5 എന്താണ്? 45 എന്ന് അറിയുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി മൂവ് ടു വീണ്ടും. അപ്പോൾ 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻസർ എന്താ വരിക? 3. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? 2 × 2 ×
2 2 ഉള്ളൂ. പിന്നെ 3 ഉണ്ട്, 3 into 3. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ലീസ്റ്റ് നമ്പർ എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലീസ്റ്റ് നമ്പർ എഴുതുന്നു, പിന്നെ അടുത്ത ലീസ്റ്റ് ലാസ്റ്റത്തെ നമ്പർ 5 ആണ്, അപ്പൊ 5 എഴുതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്പർ ഓഫ് ടൂസ് എത്ര വരിക? എത്ര ടൂസ് ഉണ്ട് ഇവിടെ? 2 ആണ് അല്ലെ. ഇനി 3s എത്ര ഉണ്ട്? 2, അതും 2 ആണ്. ഇനി 5s എത്ര ഉണ്ട്? 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ ചെയ്യാറ്? ഈ 2ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യും, ഈ 2ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യും, ഈ 1ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് 3 into 3 into 3 3 into 3 into 2, സോറി 3 അല്ല. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 3 എന്താണ്? 9 ആണ്. 9 into 2 18 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു പ്രൈം പ്രൊഡക്ട്സ് മാത്രമാണ്. അപ്പൊ ഈ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാ? എങ്ങനെ തുടങ്ങാം? നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് 5 into 2 ചെയ്യാം. 10 ആ വരിക. അപ്പൊ 10 കിട്ടി. ഇൻറ്റു വീണ്ടും 5 into 2 ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 10 ആണ് കിട്ടുക. പിന്നെ ഒരു 2 ഉള്ളൂ. 10 into 10 100 ആണല്ലോ. 100 into 2 200. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 5 into 2 10 ആണ്. 5 into 2 10 ആണ്. 2 മാത്രമേ ഉള്ളൂ. അതും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 200. ശരിയല്ലേ? അപ്പൊ 200 കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ ഇത് 3 ആണ്. ഇവിടെ എത്ര ടൂസ് ഉണ്ട്? 3 ആണ് അല്ലെ. അപ്പൊ 3ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4. ഇവിടെ 2 ആണ്. നമ്പർ ഓഫ് 5s അവിടെ 2 ആണ്. അപ്പൊ 5ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ 3. ദാറ്റ് മീൻസ് 12. ശരിയല്ലേ? 12 ആണ് വന്നത്. ശരിയാണോ? ആണ്. ഇനി എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണുന്നത്? എത്ര ടൂസ് ഉണ്ട്? 7 ടൂസ് ഉണ്ടാവും. ശരിയാണോ? നോക്കി നോക്കൂ. ആദ്യം 2 എടുത്തു. ഈ 2 into 2 4, 4 into 2 8, 8 into 2 16, 16 32, 32 64, 128 ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കിട്ടുന്നത് കേട്ടോ. 128 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആൻസറിൽ കിട്ടിയത്. അത് കറക്റ്റ് തന്നെയല്ലേ? നോക്കൂ, 2s എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7. അപ്പൊ 2 raised to 7 ആണ് ഇവിടെ വന്നത് അല്ലെ. എത്ര 2s ഉണ്ട്? 7 ആണ്. അപ്പൊ 7 എഴുതി. 3s ഒന്നുമില്ല, 5സും ഇല്ല. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി? 7ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. ആൻസർ എന്താ വരിക? 8 അല്ലേ? 8 ആണ് കിട്ടുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. Each of the following has 8 factors. 8 factors ഉള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്, ഒരു നമ്പർ ഇതിലുണ്ട്. ഏതാണെന്ന് നമുക്കറിയാം. ഏതാ നോക്കാം. റെഡി. ഇതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് 20 into 13 ആണ്. അപ്പൊ ഇതിൽ 8 ഫാക്ടേഴ്സ് ഉണ്ടോ? നമുക്ക് നോക്കാം. ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം ഓപ്ഷൻസിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തറിയണം? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എഴുതണം അല്ലെ. അപ്പൊ 20 നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലെ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 20 2 എഴുതാം. ദെൻ 10 നോക്കുമ്പോൾ 2 ഉണ്ട്. വീണ്ടും 5. അപ്പോൾ 20 മാറ്റി. 13 മാറ്റേണ്ട ആവശ്യമില്ല അല്ലെ. വേണ്ട. ഇനി എത്ര 2s ഉണ്ട് ഇവിടെ? 2 2s ആണ്. അപ്പൊ 2 സ്ക്വയർ എഴുതാം. ഇനി 5 ആണെങ്കിൽ ഇവിടെ 1 ഉള്ളൂ. ഇനി 13 ഉണ്ട്. 13 raised to 1 എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്താ വരിക? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്ത് വരും? 3 into 2 ആണല്ലേ. പവർ 2ന്റെ പവർ 2 അല്ലേ. 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇനി 5ന്റെ പവർ 1 അല്ലേ. 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇനി 13ന്റെ പവർ 1 അല്ലേ. 1ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2. ദാറ്റ് മീൻസ് 12 ആണ് അടുത്ത ഓപ്ഷൻ. ഓക്കെ, 12 ആണ് കിട്ടുക. ഓക്കെ, പക്ഷെ ആ ഓപ്ഷൻ ഇതിലില്ല. നമുക്ക് വേണ്ടത് 8 ഫാക്ടേഴ്സ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഓക്കെ അല്ല. രണ്ടാമത്തെ ബിയിലേക്ക് പോവാം. ബിയിൽ നോക്കുമ്പോൾ 12ന്റെ പ്രൈമാക്കി എഴുതുമ്പോൾ 12നെ പ്രൈമായിട്ട് എഴുതുമ്പോൾ 3 into 2 into 2
അല്ലെ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 ആ രീതിയിലാണ് വരിക. അപ്പൊ ഇവിടെ നോക്കുമ്പോഴും 3 ഇൻറ്റു 2 ഇൻറ്റു 2 തന്നെയാണ് 12 ഫാക്ടേഴ്സ് വരിക. അപ്പൊ ഇതും തെറ്റാണ്, പറ്റില്ല. മൂവ് ടു അനദർ ഓപ്ഷൻ 16 വരുന്നുണ്ട്. അപ്പൊ 16 വരണമെന്നുണ്ടെങ്കിൽ 8 ഇൻറ്റു 2 ആണ് അല്ലെ. അപ്പൊ 8 എന്ന് പറയുമ്പോൾ 2�3 ആണ് അല്ലെ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇനി 2⁻², ഒരു 2 കൂടി വേണ്ടി വരും അല്ലെ. അപ്പൊ 2⁴ വരും. ശരിയാ, 16 അല്ലേ, നമുക്ക് 8 മാത്രം പോരല്ലോ, 16 വരണം. അപ്പൊ 2⁴ ആ വരിക ഇൻറ്റു 17⁻1. അപ്പോ 4 ആണ് പവർ ആയതുകൊണ്ട് 4ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 പറയുമ്പോൾ 10 അല്ലേ വരൂ. നമുക്ക് 8 കിട്ടുന്നില്ല. അപ്പൊ അതും തെറ്റാണ്. അടുത്തത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നോക്കണോ? നോക്കിക്കോളൂ, എന്തായാലും നോക്കാം. 30 ഓക്കെ. അപ്പൊ ഫസ്റ്റ് 3 ഓപ്ഷനും അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി 30 കൂടി നോക്കിയാൽ മതി. 30 നമുക്ക് 2 15 5 നോക്കാം, 3 വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഉണ്ട് ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 21. ഓക്കെ. ഇവിടെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ പവർ ഒക്കെ 1 ആണ്. അപ്പൊ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആൻസർ 16 ആണ് വരിക. ആൻസർ എത്ര വരികയാണ്? 16 ആണ് വരിക. അപ്പൊ ഈ ഓപ്ഷനിലും 16 നമുക്ക് ഫാക്ടർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ട. 8 ഫാക്ടേഴ്സ് വരുന്ന ഒരു ഓപ്ഷൻ ഇതിലില്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റോങ്. മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 128 by 96. ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ ആണ്. കാരണം നമുക്ക് ഇവിടെ പവേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഫാക്ടറൈസേഷൻ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 128 അല്ലെ, 128 ഡിവൈഡഡ് ബൈ 2 ആണ് 64 എന്ന് ചെയ്താൽ അല്ലെ. ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 64 ആ വരിക. ദെൻ മൂവ് ടു അനദർ നമ്പർ 2 തന്നെ വേണ്ട, ഈ സെയിം നമ്പറിൽ തന്നെ പോവാലോ. 2 തന്നെ ചെയ്യാം. അപ്പൊ 2 ആൻസർ വരിക 32. ഓക്കെ. ദെൻ കണ്ടിന്യൂ 16 വരും. 2 8 വീണ്ടും 2 തന്നെ 4 2 2. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ ഇവിടെ എടുത്ത് ചെയ്തിട്ടുണ്ട്. 2 ഇൻറ്റു എത്ര 2s ഉണ്ടോ നോക്കിയേ. 1 2 3 4 5 6 7 അല്ലെ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 2 3 4 5 6 7 ആയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇനി അപ്പോ ഈ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആര് കിട്ടും? 128 കിട്ടും, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല, 6th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് 96 നോക്കണം. 96 നമുക്ക് അതും കൂടി നോക്കിയാൽ മതി. 96 ഇതുപോലെ ചെയ്യുമ്പോൾ 48 കിട്ടും അല്ലെ. ഇതേപോലെ 2 നോക്കുമ്പോൾ 24 വരുന്നുണ്ട്. 12 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 6 വീണ്ടും 2 കൊണ്ട് പോകും. 3 ആ വരിക. അപ്പൊ 1 2 3 4 5 2s ഉണ്ട്. 5 2s ആണുള്ളത്. 2 3 4 5 ദെൻ ഒരു 3യും കൂടി ഉണ്ട്. ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യുക. കോമൺ ആയിട്ടുള്ള 2s വരുന്നുണ്ട്. 2 2 പോയി, 3 പോയി, 4 പോയി, 5 ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം 5 2s എന്തിലുള്ളൂ? ഡിനോമിനേറ്റേഴ്സിലുള്ളൂ. ന്യൂമറേറ്ററിൽ ആണെങ്കിൽ 2s 2 കൂടി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2 4 ആണ് അല്ലെ. 2 ഇൻറ്റു 2 4 അല്ലേ. 2 2 മാത്രമേ ഉള്ളൂ ബാക്കി. ഓക്കെ. ബാക്കി പിന്നെ ഡിനോമിനേറ്ററിൽ വരുന്നത് 3 ആണ്. ദെൻ അവർ ആൻസർ 4/3. ഓക്കെ. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. ഡിവൈഡ് ചെയ്തിട്ട് എഴുതുന്നവര് എഴുതിക്കോളൂ കേട്ടോ. ഇതിലിപ്പോ എക്സ്പോണന്റൽ ഫോമിൽ എഴുതാനാണ്. 2⁻2 by 3 എന്ന് എഴുതുക കേട്ടോ. Then move to another question.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹാഫ് ഓഫ് 4:8? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ 4:8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 4:8 ഹാഫ്. അപ്പൊ 4:8 ഹാഫ് എന്ന് പറയുമ്പോൾ 4:8 എന്ന് എഴുതാം by 2. ശരിയല്ലേ? ഇങ്ങനെ എഴുതും. ഇനി ഇവിടെ 4:8 പറയുമ്പോൾ എത്ര 4കൾ ഉണ്ട്? 4കൾ 8 ആണ് അല്ലെ? അപ്പൊ അത്രയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അത് കാണിച്ചു തന്ന ഒരു ട്രിക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യം ഇത് എഴുതുന്നുണ്ട്. സിക്സ് ആയി 7 8. ഓക്കെ, ബൈ 2. ഓക്കെ, ഇനി നമുക്ക് 2നെ വേണമെങ്കിൽ അല്ല ഈ 4കളെയൊക്കെ വേണമെങ്കിൽ പ്രൈം ആക്കിയിട്ട് എഴുതാം. വേണമെങ്കിൽ അല്ല, വേണം. കാരണം ഒരൊറ്റ ഓപ്ഷനേ 4-നുള്ളൂ. അതെന്തായാലും അല്ല എന്നുള്ളത് ഉറപ്പാണ്. നോക്കാം, 2കളിലേക്ക് മാറ്റാം. 2 ഇൻറ്റു, അപ്പൊ എത്ര 2s വരും ഇവിടെ? എത്ര 2s ഉണ്ടാവും? ഇവിടെ 8 4 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നിലും ഒരു 2 കൂടി 2 2s വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ 16 2s ഉണ്ടാവും. ദാറ്റ് മീൻസ് 2:16 by 2:1. ഇനി നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2:16 അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് അടിയിൽ ആരാണുള്ളത്? അതിന്റെ പവർ എത്രയാണ്? 1 അല്ലേ? അത് മൈനസ് ചെയ്താൽ മതി. ആൻസർ 2:15. ഓക്കെ, 2:15 ഓപ്ഷനിലുണ്ട്. ബി ആണ്. റൈറ്റ് ദി നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഓഫ് ഡിഫറെന്റ് പ്രൈംസ് എന്നുള്ള രീതിയിലാണ്. പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്രൈംസ് എന്നാണ്. അപ്പൊ അതിൽ നോക്കുമ്പോൾ 18ഉം 81 ഒക്കെ കാണാനുണ്ട്. സോ ഇതൊന്നും എന്തല്ല, പ്രൈം ഒന്നും അല്ല, അല്ലല്ലോ. അപ്പൊ ഇവരെ എന്താക്കിയാൽ മതി? പ്രൈം ആക്കിയിട്ട് എഴുതണം എന്നാ പറയുന്നേ. സിമ്പിൾ ആണ്. അപ്പൊ 18 അങ്ങ് എടുക്കുക. 18 എടുത്ത് എഴുതുക. 18നെ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താ? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരിക 2 3 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്. ഇനി അടുത്തത് 81 ഉണ്ട്. 81നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 27 വരും അല്ലെ? 27. ദെൻ വീണ്ടും 3ല് 9 വരിക. 3 3. ഓക്കെ, ഇനി ഇവിടെ എടുത്ത് ചെയ്തത്. അപ്പൊ ആദ്യത്തേല് നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നാണ് കിട്ടിയത്. അതിന്റെ പവർ 2 ആണ്. ഇൻറ്റു അടുത്തതിൽ നമുക്ക് കിട്ടിയത് 4 3s ഉണ്ട്. 4 3s ഉണ്ട്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. പവർ ഇവിടെ നോക്കുമ്പോൾ 3 ആണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 3 3 പവർ ആരാണ്? 2 ആണ് ആദ്യത്തെ കേസിൽ അല്ലെ? രണ്ടാമത്തെ കേസിൽ ഈ 3കളുടെ ഒക്കെ പവർ 3 ആണ്. അപ്പൊ ആദ്യത്തെ കേസ് വെച്ചിട്ട് നോക്കുമ്പോൾ 2:2 എഴുതാം. ഇൻറ്റു 3:2 എഴുതാം. ഇൻറ്റു 3:2 എഴുതാം. ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റത്തെ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആയി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് 1 ഓക്കെ. ഇനി വെട്ടിയിടൊന്നും വേണ്ട, ജസ്റ്റ് കാണിച്ചു മാത്രമേ ഉള്ളൂ. ഇത് ഓക്കെ, ഇത് ഓവറായി. ഇനി ബാക്കിയൊക്കെ ഇതൊക്കെ പവറായിട്ടോ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അടുത്ത ബ്രാക്കറ്റിൽ വരുമ്പോൾ ഇവിടെ 4 3s ഉണ്ട്. 4ന്റെ 3ലും പവർ 3 ആണ്. അപ്പൊ 3:3 ഇനി ഇവിടെ 2 നോക്കുമ്പോ എത്ര 2s ഉണ്ട്? ഇവിടെ ഓൺലി 2 2s ഉള്ളൂ. അതാ 2 മാത്രമേ എടുത്ത് എഴുതി. ഇനി ഇവിടെ 3 നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ 2 എണ്ണം 4 ഉണ്ടായി, 4 എണ്ണായി. ഇവിടെ നോക്കുമ്പോ ഒരു 3 എണ്ണം കൂടി ഉണ്ട്, 7 ആയി. പിന്നെ 10, പിന്നെ 13 ആയി, 16 എണ്ണം അല്ലെ? അപ്പൊ 3:16 എന്ന് വരും. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ 2:2 ഇൻറ്റു 3:16. അപ്പൊ 2ഉം 3യും എന്താണ്? പ്രൈം ആണ്, ഡിഫറെന്റ് പ്രൈംസ് ആണ്. ഇനി പവേഴ്സ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ആൻസർ അത് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. സോ നമ്മുടെ ആൻസർ 2:2 ഇൻറ്റു 3:16. ഓക്കെ,
then move to another question. ഇത് കുറച്ച് നമ്മുടെ ടൈം എടുക്കും, നമുക്ക് നോക്കാം എന്നാലും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 16. 1 to 16 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് യു റൈറ്റ് പ്രൊഡക്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12. നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് പവർ ഓഫ് ഡിഫറെന്റ് പ്രൈംസ് ആക്കിയിട്ട്, ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മള് 12 വരെയുള്ള 1 to 12 വരെയുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ഡിഫറെന്റ് പ്രൈംസുകളുടെ ഡിഫറെന്റ് പ്രൈംസ് ആവണം, അതിന്റെ പവറും ഉണ്ടാവണം, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. ദാറ്റ് മീൻസ് ഈ നമ്പേഴ്സിനൊക്കെ എന്തിലേക്ക് മാറ്റണം? പ്രൈമിലേക്ക് മാറ്റണം, അത്രയേ ഉള്ളൂ. അപ്പൊ 1 പ്രൈം അല്ല നമുക്ക് എടുത്ത് എഴുതണ്ട, 3 പ്രൈം ആണ് എടുത്ത് എഴുതണം. 4 പ്രൈം ആണോ? അല്ല. നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 എന്ന് എഴുതാം അല്ലെ. ഇനി 5 ആണോ? ആണ്. എന്തല്ലാന്ന്? ആണ്. ഇനി 6 2 into 3 എന്ന് എഴുതാം അല്ലെ. ഇനി 7 7 തന്നെ. ഓക്കെ, ഇനി 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 എന്ന് എഴുതാം. ഇനി 9 എങ്ങനെ എഴുതാം? 3 into 3 എന്ന് എഴുതാം. 10 എങ്ങനെ എഴുതാം? 5 into 2 എന്ന് എഴുതാം. ഇനി 11 തന്നെ. 12 അല്ലേ, 12 നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2 into 2 എന്ന് എഴുതാം അല്ലെ. ദെൻ അവർ ആൻസർക്ക് പോവാം. ആൻസർ നോക്കുമ്പോൾ ആദ്യം 2s എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 2 raised to 10 ആണ് വന്നത് ആദ്യത്തെ ഓപ്ഷനിൽ. എത്ര 2s ഉണ്ട്? 10 ആണ് ഉള്ളത്. ഇനി 3 നോക്കുമ്പോൾ 1 2 3 4 5. അപ്പോൾ 3 raised to 5 ആണ്, 15 അല്ല, സോറി 5 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ 5 ഉണ്ട്. 1 2 2. അപ്പോൾ 5 raised to 2 ആയി. 7 നോക്കുമ്പോൾ 1 മാത്രമേ ഇവിടെ കാണാനുള്ളൂ, നിങ്ങൾ നോക്കണം നന്നായിട്ട്. ഇനി 11 നോക്കുമ്പോൾ 1. ഇതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. അപ്പൊ 19 നമ്പേഴ്സ് അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്ര നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ അവർ ആൻസർ ദിസ്. ഓക്കെ, അപ്പൊ ഇതേപോലെയാണ് ഇതിലുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. സോ നന്നായിട്ട് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ബൈ.